യേശുവിൽ പ്രിയപ്പെട്ടവരെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി എന്ന് ഫിലിപ്പോസ് ആവശ്യപ്പെട്ടപ്പോഴാണ് ഇന്നത്തെ വചനം മറുപടിയായിട്ട് ഈശോ പറയുക. യേശുവിനെ കാണുന്നവൻ പിതാവിനെ കാണുന്നുണ്ട്. പിതാവും യേശുവും ഒന്ന് തന്നെയാണ്. യേശു പിതാവിലും പിതാവ് യേശുവിലും വസിക്കുന്നുണ്ട്. കൂട്ടായ്മയുടെ ഒരു ആത്മീയത പരിശുദ്ധ ത്രിത്വത്തിൽ നമ്മൾ കാണുകയാണ്. ഈ ആത്മീയത മനസ്സിലാക്കി അതനുസരിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധ ജാവറേച്ച് ക്രൂശിത രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അപ്പ എന്നാണ് ഈശോയെ വിശുദ്ധ ജാവറേച്ചൻ വിളിച്ചിരുന്നത്. നിന്റെ മുഖം വികൃതമായിരിക്കുന്നത് ഞാൻ കാരണമാണല്ലോ എന്ന അനുതാപ ചിന്ത. കൂട്ടായ്മയുടെ ഒരു അനുഭവമാണ് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാകേണ്ടത്. ഭാര്യയും ഭർത്താവും ഒന്നായി തീരുമ്പോൾ ഈശോ പറയുന്നത് നിങ്ങൾ രണ്ടല്ല ഒരു ശരീരമാണെന്നാണ്. അഭിപ്രായങ്ങളിൽ വ്യത്യസ്തതകൾ ഉണ്ടാകും, പക്ഷേ തീരുമാനങ്ങൾ ഒറ്റ തീരുമാനമായി മാറണം. മക്കൾ അപ്പൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ നിരസിക്കുന്നത് അമ്മ സാധിച്ചു കൊടുക്കുന്നെങ്കിൽ അവിടെ വ്യത്യസ്തതകളായി കൂട്ടായ്മ ഇല്ലാതാകുകയാണ്. സമൂഹത്തിലും അഭിപ്രായങ്ങൾ വ്യത്യാസമുണ്ടാകാൻ, തീരുമാനങ്ങൾ ഒന്നു തന്നെ ആയിരിക്കണം. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.